മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ക്ലാസിക് മൂവിയായ നമ്പർ 20 മദ്രാസ് മെയിലിലെ താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും വീഡിയോയാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചെത്തിയ ആ മാസ് ആക്ഷൻ മൂവി അല്ലെങ്കിൽ ആ മാസ് ആക്ഷൻ ക്ലാസിക് മൂവി ഇന്നും നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ എപ്പോഴാണ് കണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് കണ്ടത്, തിയേറ്ററിലാണോ അതോ OTT-യിലാണോ അതോ നിങ്ങളുടെ TV-യിലാണോ, തീർച്ചയായിട്ടും നിങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടുള്ളത് ബേബി അമ്പിളിയാണ്. ഈ സിനിമയിൽ ദേവിയുടെ കുട്ടിക്കാലമാണ് ബേബി അമ്പിളി അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ബേബി അമ്പിളിയുടെ പ്രായം 8 ആയിരുന്നു. ഇപ്പോൾ ബേബി അമ്പിളിയുടെ പ്രായം 43 ആണ്. അടുത്തത് വിനോദ് കോഴിക്കോടാണ്. ഒരു ഗുണ്ടയായിട്ടായിരുന്നു ഈ സിനിമയിൽ വിനോദ് കോഴിക്കോട് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ വിനോദ് കോഴിക്കോടിൻ്റെ പ്രായം 27 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 62 ആണ്. അടുത്തത് തളപതി ദിനേശാണ്. തളപതി ദിനേശ് ഈ സിനിമയിൽ ഒരു ഗുണ്ടയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ തളപതി ദിനേശിൻ്റെ പ്രായം 28 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 63 ആണ്. അടുത്തത് കൊല്ലം അജിത്താണ്. ഈ സിനിമയിൽ ഒരു ഗുണ്ടയായിട്ടായിരുന്നു കൊല്ലം അജിത്തും അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 25 ആയിരുന്നു. 2018-ൽ 53 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് ശ്യാമയാണ്. ഈ സിനിമയിൽ മോളിക്കുട്ടി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ശ്യാമയുടെ പ്രായം 20 ആയിരുന്നു. 1996-ൽ 26 വയസ്സിൽ ശ്യാമ അന്തരിച്ചു. അടുത്തത് KPSC അസീസാണ്. ഈ സിനിമയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടായിരുന്നു അസീസ് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അസീസിൻ്റെ പ്രായം 40 ആയിരുന്നു. 2003-ൽ 53 വയസ്സിൽ അസീസ് അന്തരിച്ചു. അടുത്തത് KPSC സണ്ണിയാണ്. ശ്രീധര മേനോൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സണ്ണിയുടെ പ്രായം 60 ആയിരുന്നു. 2006-ൽ 76 വയസ്സിൽ സണ്ണി അന്തരിച്ചു. അടുത്തത് ശാന്താദേവിയാണ്. ഈ സിനിമയിൽ മദർ സുപ്പീരിയർ ആയിട്ടായിരുന്നു ശാന്താദേവി അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ശാന്താദേവിയുടെ പ്രായം 65 ആയിരുന്നു. 2010-ൽ 85 വയസ്സിൽ അവർ അന്തരിച്ചു. അടുത്തത് വത്സല മേനോനാണ്. ഈ സിനിമയിൽ മറിയാമ്മ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ വത്സല മേനോൻ്റെ പ്രായം 50 ആയിരുന്നു. ഇപ്പോൾ അവരുടെ പ്രായം 85 ആണ്. അടുത്തത് ജഗന്നാഥൻ വർമ്മയാണ്. ജഗന്നാഥൻ വർമ്മ ഈ സിനിമയിൽ കുരിശിങ്കൽ കറിയാച്ചൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജഗന്നാഥൻ വർമ്മയുടെ പ്രായം 60 ആയിരുന്നു. 2016-ൽ 86 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് ജനകരാജാണ്. ജനകരാജ് ഈ സിനിമയിൽ മുരുകേശൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജനകരാജിൻ്റെ പ്രായം 32 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 67 ആണ്. അടുത്തത് ജനാർദ്ദനനാണ്. ജനാർദ്ദനൻ ഈ സിനിമയിൽ അഡ്വക്കേറ്റ് തോമസ് മാത്യു എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജനാർദ്ദനൻ്റെ പ്രായം 44 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 79 ആണ്. അടുത്തത് ജഗതി ശ്രീകുമാറാണ്. ഈ സിനിമയിൽ ചൊക്കലിംഗം അഥവാ ചൊക്കി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജഗതിയുടെ പ്രായം 39 ആണ്. ഇപ്പോൾ ജഗതിയുടെ പ്രായം 74 ആണ്. അടുത്തത് ഇന്നസെൻ്റ് ആണ്. ഇന്നസെൻ്റ് ഈ സിനിമയിൽ നാടാര് അതായത് ഒരു TT നാടാരായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഇന്നസെൻറ്റിൻ്റെ പ്രായം 42 ആയിരുന്നു. 2023-ൽ 75 വയസ്സിൽ ഇന്നസെൻ്റ് അന്തരിച്ചു. അടുത്തത് ജയഭാരതിയാണ്. ജയഭാരതി ഈ സിനിമയിൽ ഗീത എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജയഭാരതിയുടെ പ്രായം 45 ആയിരുന്നു. ഇപ്പോൾ ജയഭാരതിയുടെ പ്രായം 78 ആണ്. നിങ്ങൾ അവസാനമായി ഈ സിനിമ കണ്ടത് എപ്പോഴാണെന്ന് കമൻറ്റ് ചെയ്യുക. അത് TV-യിലാണോ അതോ OTT-യിലാണോ? അടുത്തത് സുരേഷ് കുമാറാണ്. അദ്ദേഹം സുരേഷ് കുമാറായിട്ടാണ് അഭിനയിച്ചിരുന്നത്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 33 ആയിരുന്നു. ഇപ്പോൾ പ്രായം 68. അടുത്തത് രാജീവ് നാഥാണ്. ഈ സിനിമയിലും അദ്ദേഹം ഒരു ഡയറക്ടർ രാജീവ് നാഥായിട്ടാണ് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 35 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 70 ആണ്.
അടുത്തത് ഡയറക്ടർ പ്രിയദർശനാണ്. അദ്ദേഹം ഈ സിനിമയിൽ ഡയറക്ടർ പ്രിയദർശനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 33 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 68. അടുത്തത് ക്യാപ്റ്റൻ രാജു ആണ്. ഈ സിനിമയിലും ക്യാപ്റ്റൻ രാജു ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 43 അദ്ദേഹം 2018 68 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് കൊച്ചിൻ ഹനീഫയാണ്. കൊച്ചിൻ ഹനീഫ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 40 അദ്ദേഹം ഈ സിനിമയിൽ കൊച്ചി ഹനീഫയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. 2010 അദ്ദേഹം 58 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ത്യാഗരാജനാണ്. ത്യാഗരാജൻ ഈ സിനിമയിൽ ത്യാഗരാജനായിട്ട് തന്നെയായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 45 അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സാണ് ഉള്ളത്. അടുത്തത് VK ശ്രീരാമനാണ്. അദ്ദേഹം ഈ സിനിമയിൽ DYSP മൂർത്തി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് 36 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ 71 വയസ്സാണ് ഉള്ളത്. അടുത്തത് സുമലതയാണ്. ഈ സിനിമയിൽ സിസ്റ്റർ ഗ്ലോറിയ എന്നൊരു കഥാപാത്രമായിരുന്നു സുമലത അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സുമലതയുടെ പ്രായം 26 ഇപ്പോൾ സുമലതയുടെ പ്രായം 61. അടുത്തത് സിദ്ദിഖാണ്. സിനിമയിൽ ടോണിയുടെ ഒരു ക്ലബ്മേറ്റ് ആയിട്ടായിരുന്നു സിദ്ദിഖ് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സിദ്ദിഖിൻ്റെ പ്രായം 28 ഇപ്പോൾ സിദ്ദിഖിൻ്റെ പ്രായം 63. അടുത്തത് MG സോമനാണ്. ഈ സിനിമയിൽ RK നായർ എന്നൊരു കഥാപാത്രമായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ MG സോമൻ്റെ പ്രായം 52 അദ്ദേഹം 1997 59 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് സുചിത്രയാണ്. ദേവി എന്നൊരു കഥാപാത്രമായിരുന്നു സുചിത്ര ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സുചിത്രയുടെ പ്രായം 24 സുചിത്രയ്ക്ക് ഇപ്പോൾ പ്രായം 59. അടുത്തത് അശോകനാണ്. അശോകൻ ഈ സിനിമയിൽ സുനിൽ അഥവാ സുരേഷ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അശോകൻ്റെ പ്രായം 28 ഇപ്പോൾ അശോകൻ്റെ പ്രായം 63. അടുത്തത് മണിയൻപിള്ള രാജു ആണ്. ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി എന്നൊരു കഥാപാത്രമായിരുന്നു മണിയൻപിള്ള രാജു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മണിയൻപിള്ള രാജുവിൻ്റെ പ്രായം 33 ഇപ്പോൾ അദ്ദേഹത്തിന് 68 വയസ്സാണ് ഉള്ളത്. അടുത്തത് ജഗദീഷാണ്. ജഗദീഷ് ഈ സിനിമയിൽ കുമ്പളം ഹരി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജഗദീഷിൻ്റെ പ്രായം 33 ഇപ്പോൾ അദ്ദേഹത്തിന് 68 വയസ്സാണ് ഉള്ളത്. അടുത്തത് മമ്മൂട്ടിയാണ്. ഈ സിനിമയിലും മമ്മൂട്ടി എന്നൊരു കഥാപാത്രമായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിയുടെ പ്രായം 39 ഇപ്പോൾ മമ്മൂട്ടിയുടെ പ്രായം 74. അടുത്തത് മോഹൻലാലാണ്. മോഹൻലാൽ ഈ സിനിമയിൽ ടോണി കുരിശിങ്കൽ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 30 ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 65. അപ്പോൾ ഇത്രയും പേരാണ് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അവരുടെ അപ്പോഴത്തെയും ഇപ്പോഴത്തെയും പ്രായമായിരുന്നു നമ്മൾ ഇപ്പോൾ കണ്ടിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള ഏതെങ്കിലും സിനിമയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതുപോലെ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി കമൻറ്റ് ചെയ്തിരിക്കുന്ന പ്രയോറിറ്റിയിൽ ആ വീഡിയോയും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സിനിമ റിലേറ്റഡ് കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപ്രകാരം നമ്മൾ വീഡിയോയും കാര്യങ്ങളും കണ്ടൻറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമ 4K റീറിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര പേര് ഈ സിനിമ റീറിലീസ് കാണാൻ പോകും അല്ലെങ്കിൽ കുടുംബത്തോടെ പോകുന്നു തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമയിൽ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും രംഗം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുമ്പേ നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും.